എസെക്കിയേൽ 17-ാം അധ്യായം. മുന്തിരിച്ചെടിയും കഴുകന്മാരും. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തോട് ഒരു കടങ്കഥ പറയുക, ഒരു അന്യാപദേശം വിവരിക്കുക. നീ പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വലിയ ചിറകുകളും നീണ്ടതും നിറപ്പാകിട്ടുള്ളതുമായ ധാരാളം തൂവലുകളും ഉള്ള ഒരു വലിയ കഴുകൻ ലെബനോനിൽ വന്ന് ഒരു ദേവദാരുവിൻ്റെ അഗ്രഭാഗം കൊത്തിയെടുത്തു. അവൻ അതിൻ്റെ ഇളം ചില്ലകളുടെ അഗ്രം അടർത്തിക്കളഞ്ഞിട്ട് വാണിജ്യത്തിൻ്റെ നാട്ടിൽ വ്യാപാരികളുടെ നഗരത്തിൽ അത് നട്ടു. അവൻ ആ ദേശത്തെ ഒരു വിത്തെടുത്ത് ഫലഭൂയിഷ്ടമായ മണ്ണിൽ നിറഞ്ഞ ജലാശയത്തിനരികിൽ അരളിയുടെ കമ്പ് നടന്നതുപോലെ നട്ടു. അത് മുളച്ച് താഴ്ന്നു പടരുന്ന ഒരു മുന്തിരിച്ചെടിയായി തീർന്നു. അതിൻ്റെ ശാഖകൾ അവൻ്റെ നേർക്ക് തിരിഞ്ഞിരുന്നു. വേരുകൾ അടിയിലേക്കിറങ്ങി. അത് മുന്തിരിച്ചെടിയായി വളർന്ന് ശാഖകൾ വീശി ഇലകൾ നിറഞ്ഞു. വലിയ ചിറകുകളും ധാരാളം തൂവലുകളുമുള്ള മറ്റൊരു കഴുകനും ഉണ്ടായിരുന്നു. തന്നെ അവൻ നനയ്ക്കുമെന്ന് കരുതി മുന്തിരിച്ചെടി അവൻ്റെ നേരെ ശാഖകൾ നീട്ടുകയും വേരുകൾ അവൻ്റെ നേരെ തിരിച്ചു വിടുകയും ചെയ്തു. ശാഖകൾ വീശി ഫലമണിഞ്ഞ് ഒരു നല്ല മുന്തിരിച്ചെടിയായി തീരാൻ വേണ്ടി അവൻ അതിനെ നിറഞ്ഞ ജലാശയത്തിനരികിൽ ഫലഭൂയിഷ്ടമായ മണ്ണിൽ പറിച്ചു നട്ടു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നുവെന്ന് പറയുക. അത് തഴച്ചു വളരുമോ? അവൻ അതിൻ്റെ വേരുകൾ പറിച്ചെടുക്കുകയും ശാഖകൾ വെട്ടിമാറ്റുകയും ചെയ്യുകയില്ലേ? അതിൻ്റെ തളിർപ്പുകൾ കരിഞ്ഞു പോവുകയില്ലേ? അത് പിഴുതെടുക്കാൻ വലിയ ശക്തിയോ ഏറെ ആളുകളോ ആവശ്യമില്ല. പറിച്ചു നട്ടാൽ അത് തഴച്ചു വളരുമോ? കിഴക്കൻ കാറ്റടിക്കുമ്പോൾ അത് നിശേഷം നശിച്ചു പോവുകയില്ലേ? വളരുന്ന തടത്തിൽ തന്നെ നിന്ന് അത് കരിഞ്ഞു പോവുകയില്ലേ? കർത്താവ് എന്നോട് അരുളി ചെയ്തു, ധിക്കാരികളുടെ ഭവനത്തോട് പറയുക, ഇതിൻ്റെ അർത്ഥമെന്തെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അവരോട് പറയുക, ബാബിലോൺ രാജാവ് ജെറൂസലേമിൽ വന്ന് അവളുടെ രാജാവിനെയും പ്രഭുക്കന്മാരെയും പിടിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അവൻ രാജകുമാരന്മാരിലൊരുവനെ തിരഞ്ഞെടുത്ത് അവനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും അവനെ കൊണ്ട് സത്യം ചെയ്യിക്കുകയും ചെയ്തു. സ്വയം ഉയരാനാവാത്ത വിധം രാജ്യം ദുർബലമാകാനും അവൻ്റെ ഉടമ്പടി പാലിച്ചുകൊണ്ട് മാത്രം നിലനിൽക്കാനുമായി അവൻ അവിടുത്തെ പ്രബലന്മാരെ പിടിച്ചുകൊണ്ടു പോയിരുന്നു. എന്നാൽ അവൻ കുതിരകളെയും വലിയ ഒരു സൈന്യത്തെയും ആവശ്യപ്പെട്ടുകൊണ്ട് ഈജിപ്തിലേക്ക് സ്ഥാനപതികളെ അയച്ച് അവനെ ധിക്കരിച്ചു. അവൻ വിജയിക്കുമോ? ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരുവന് രക്ഷപ്പെടാനാകുമോ? അവന് ഉടമ്പടി ലംഘിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയുമോ? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ്. ആര് അവനെ രാജാവാക്കിയോ, ആരോടുള്ള പ്രതിജ്ഞ അവൻ അവഹേളിച്ചുവോ, ആരുടെ ഉടമ്പടി അവൻ ലംഘിച്ചുവോ, ആ രാജാവ് വസിക്കുന്ന ബാബിലോണിൽ വെച്ച് തന്നെ അവൻ മരിക്കും. വളരെ പേരെ നശിപ്പിക്കാൻ കോട്ട കെട്ടി ഉപരോധമേർപ്പെടുത്തുമ്പോൾ ഫറവോയുടെ ശക്തമായ സൈന്യവും സന്നാഹങ്ങളും അവനെ യുദ്ധത്തിൽ സഹായിക്കുകയില്ല. എന്തെന്നാൽ രാജകുമാരൻ പ്രതിജ്ഞ അവഗണിച്ച് ഉടമ്പടി ലംഘിച്ചു. കൈകൊടുത്ത് സത്യം ചെയ്തിരുന്നിട്ടും ഇങ്ങനെ പ്രവർത്തിച്ചതുമൂലം അവൻ രക്ഷപ്പെടുകയില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ്. അവൻ എൻ്റെ പ്രതിജ്ഞ ധിക്കരിക്കുകയും എൻ്റെ ഉടമ്പടി ലംഘിക്കുകയും ചെയ്തതിനുള്ള പ്രതികാരം അവൻ്റെ തലയിൽ തന്നെ ഞാൻ വരുത്തും. അവൻ്റെ മേൽ ഞാൻ വല വീശും. അവൻ എൻ്റെ കെണിയിൽ വീഴും. അവനെ ഞാൻ ബാബിലോണിലേക്ക് കൊണ്ടുപോകും. അവൻ എനിക്കെതിരെ ചെയ്ത അതിക്രമത്തിന് ഞാൻ അവിടെ വെച്ച് അവനെ വിധിക്കും. അവൻ്റെ സൈന്യത്തിലെ വീരന്മാർ വാളിനിരയാകും. ശേഷിക്കുന്നവർ നാനാ ദിക്കിലേക്കും ചിതറിക്കപ്പെടും. കർത്താവായ ഞാനാണ് സംസാരിച്ചതെന്ന്
നിങ്ങൾ അപ്പോൾ അറിയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഉയരമുള്ള ദേവദാരുവിൻ്റെ മുകളിൽ നിന്ന് ഒരു കൊമ്പെടുത്ത് ഞാൻ നടും. അതിൻ്റെ ഇളം ചില്ലകളിൽ ഏറ്റവും മുകളിലുള്ളതെടുത്ത് ഉന്നതമായ പർവ്വത ശൃംഗത്തിൽ നട്ടുപിടിപ്പിക്കും. ഇസ്രായേലിലെ പർവ്വത ശൃംഗത്തിൽ തന്നെ ഞാൻ അത് നടും. അത് ശാഖകൾ വീശി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ഒരു വലിയ ദേവദാരുവായി തീരുകയും ചെയ്യും. എല്ലാത്തരം മൃഗങ്ങളും അതിൻ്റെ കീഴിൽ വസിക്കും. അതിൻ്റെ കൊമ്പുകളുടെ തണലിൽ പറവകൾ കൂടുകെട്ടും. കർത്താവായ ഞാൻ താഴ്ന്ന മരത്തെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും പച്ചമരത്തെ ഉണക്കുകയും ഉണക്കമരത്തെ തളിർപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് വയലിലെ വൃക്ഷങ്ങളെല്ലാം അപ്പോൾ അറിയും. കർത്താവായ ഞാനാണ് ഇത് പറയുന്നത്. ഞാൻ അത് നിറവേറ്റുകയും ചെയ്യും.